വിദൂര നിയന്ത്രിത സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് രാജ്യത്ത് നാശം വിതയ്ക്കാൻ പദ്ധതിയിട്ട 8 ഐസിസ് ഭീകരർ അറസ്റ്റിലായി. കർണാടകയിലെ ബെലാരിയിൽ നിന്നാണ് ഈ ഐസിസ് മൊഡ്യൂളിനെ കുരുക്കിയത്. 4 സംസ്ഥാനങ്ങളിലെ 19 സ്ഥലങ്ങളിൽ നടത്തിയ റെയ്ഡിനെ തുടർന്നാണ് അറസ്റ്റ്. മഹാരാഷ്ട്രയിലെ അമരാവതിയിലും മുംബൈയിലും പൂനെയിലും ഡൽഹിയിലും കർണാടകയിലെ ബെല്ലാരിയിലും ജാർഖണ്ഡിലെ ദംഷഡ്പൂരിലും ബൊക്കാറോയിലും റെയ്ഡ് നടന്നിരുന്നു. സൾഫർ, പൊട്ടാഷ്യം നൈട്രേറ്റ്, മരക്കരി, വെടിമരുന്ന്, എത്തനോൾ എന്നീ സ്ഫോടക അസംസ്കൃത വസ്തുക്കളും ആയുധങ്ങളും രേഖകളും ആക്രമണ പദ്ധതി വിവരങ്ങളും റെയ്ഡിൽ കണ്ടെടുത്തതായി NIA അറിയിച്ചു. മൂർച്ചയേറിയ വാളുകളും കണക്കിൽപ്പെടാത്ത പണവും സ്മാർട്ട് ഫോണുകളും ഡിജിറ്റൽ ഉപകരണങ്ങളും പിടിച്ചെടുത്ത കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. ബെലാരി മൊഡ്യൂളിന്റെ തലവൻ മിനാസ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് സുലൈമാനും അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നുണ്ട്. കർണാടകയിൽ ബെല്ലാരിക്ക് പുറമെ ബംഗളൂരുവിലും റെയ്ഡ് നടന്നു. മൊഡ്യൂളിലെ നിരവധി അംഗങ്ങൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത ശേഷമാണ് NIA തിരച്ചിൽ നടത്തിയത്. സംശയിക്കപ്പെടുന്ന വ്യക്തികളുടെ എല്ലാം വീടുകളിലും സ്ഥാപനങ്ങളിലും പരിശോധനയുണ്ടായി. റെയ്ഡുകളിൽ പിടിയിലായ 8 ഐസിസ് ഏജന്റുമാരും ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു വരികയായിരുന്നു. മിനാസിന്റെ നേതൃത്വത്തിലാണ് ഇവർ പ്രവർത്തിച്ചു വന്നതെന്നും വ്യക്തമായിട്ടുണ്ട്. അറസ്റ്റിലായവർ മിനാസ്, സയ്യിദ് സമീർ, അനസ് ഇക്ബാൽ ഷെയ്ഖ്, മുഹമ്മദ് മുനീറുദ്ദീൻ, സയ്യിദ് സമീഉള്ള അഥവാ സാമി, MD മുസാമുദ്ദീൻ, ഷൈൻ റഹ്മാൻ അഥവാ ഹുസൈൻ, മുഹമ്മദ് ഷഹ്ബാസ് അഥവാ സുൽഫിക്കർ. അതേസമയം സ്ഫോടന വസ്തുക്കൾ പരമാവധി ശേഖരിച്ച് വിദൂര നിയന്ത്രിത മാർഗത്തിലൂടെ സ്ഫോടനങ്ങൾ നടത്തുകയായിരുന്നു ബെലാരി മൊഡ്യൂളിന്റെ ലക്ഷ്യം. വിവരം പുറത്തു പോകാത്ത എൻക്രിപ്റ്റഡ് ആപ്പുകൾ വഴി ഇവർ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് പരസ്പരം ബന്ധപ്പെടുകയും ഭീകരാക്രമണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു. ജിഹാദ് ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ അംഗങ്ങളെ ചേർക്കാൻ കോളേജ് വിദ്യാർത്ഥികളെ വലവീശി പിടിക്കുകയായിരുന്നു സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖിന്റെയും സിറിയയുടെയും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ ലക്ഷ്യമിട്ടുള്ള NIAയുടെ തീവ്ര ശ്രമമാണ് ഫലവത്തായത്. ഡിസംബർ 14-നാണ് ബെല്ലാരി മൊഡ്യൂളിനെതിരെ NIA കേസെടുത്തത്. മൊഡ്യൂളിലെ ഭീകരരെ പിടികൂടാൻ കേന്ദ്ര സംസ്ഥാന ഏജന്റുകളുമായി NIA സഹകരിച്ച് പ്രവർത്തിച്ചു വരികയാണ്.